സൂപ്പർ കപ്പ് എന്താണെങ്കിലും FC ഗോവ വിൻ ചെയ്യുന്നു. എന്താണെങ്കിലും ഇതൊരു അവസാനത്തെ സൂപ്പർ കപ്പ് ആകാനുള്ള സാധ്യത എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂപ്പർ കപ്പ് നിർത്താൻ പോകുന്നു, ഫെഡറേഷൻ കപ്പ് ആയിരിക്കും ഇനിയുള്ളതെന്നൊക്കെ ഉള്ളത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേൾക്കുന്നതാണ്. പക്ഷേ എങ്ങനെ വന്നാലും അവസാനം ആ തരത്തിലേക്ക് തന്നെ മാറും. ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ വന്നിരുന്നൊരു വാർത്തയാണ് ഈ പറഞ്ഞ സൂപ്പർ കപ്പ് ഈ ലീഗ് നടക്കുന്നതിനോടൊപ്പമൊക്കെ തന്നെ വരും. സൂപ്പർ കപ്പ് ഓർ ഫെഡറേഷൻ കപ്പ് അങ്ങനെ വരുമെന്നൊക്കെ ഉള്ളത്. പക്ഷേ എങ്ങനെ വന്നാലും അവസാനം അത് നടക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങൾ വരും. അവസാനം ലീഗൊക്കെ കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ നടത്തും എന്നുള്ളതാണ്. ഇത്തവണ നമുക്കറിയാലോ വളരെ കുറഞ്ഞ കാലയളവിൽ തന്നെയാണ് ഈ ഒരു സൂപ്പർ കപ്പ് നടത്തിയിട്ടുള്ളത്. എന്നാലും ഇപ്പോൾ പുതുതായിട്ട് കേൾക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂറൻ കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂർണമെൻ്റ് ഉണ്ട് നമ്മുടെ സീസൺ സ്റ്റാർട്ടർ എന്ന നിലയിലുള്ളത്. അപ്പം അത് സീസണിൻ്റെ അവസാനത്തേക്ക് വെച്ചിട്ട് സൂപ്പർ കപ്പ് ആദ്യം എന്ന നിലയിൽ നടത്താൻ ആണിപ്പോൾ ഫെഡറേഷൻ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ കപ്പിന് ക്ലബ്ബുകൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ ചില ക്ലബ്ബുകൾ റിസർവ്സിനെ അയക്കുന്നു, അല്ലെങ്കിൽ അതിനോട് ആരും ഇത് കാണിക്കുന്നില്ല, ഇൻറ്റൻറ്റ് കാണിക്കുന്നില്ല എന്ന് പറയുന്നൊരു കാര്യത്തിലാണ്. പ്രത്യേകിച്ച് AFC സ്പോട്ടൊക്കെ ഉള്ളൊരു ടൂർണമെൻറ്റാണ്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം മനോല ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനോല AFFനോടോ മറ്റോ അറിയിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഇതൊരു ഇന്ത്യൻ പ്ലേയേഴ്സിന് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ടൂർണമെൻ്റ് ആക്കി വന്നാൽ നല്ലതായിരിക്കും എന്നുള്ളത്. അപ്പം ഈ 70s 80s ഒക്കെ ഈ സ്പെയിനിലെ ഡൊമസ്റ്റിക് കപ്പൊക്കെ ആ തരത്തിൽ നടത്തിയിരുന്നു. അത് സ്പെയിനിലെ പ്ലേയേഴ്സിനൊക്കെ ഓപ്പർച്യൂണിറ്റി കൊടുക്കാവുന്ന രീതിയിൽ. അപ്പം ഇന്ത്യ പോലത്തെ രാജ്യത്ത് ഇന്ത്യൻ പ്ലേയേഴ്സിന് ഓപ്പർച്യൂണിറ്റി കൊടുക്കാനായിട്ട് ഈ ഒരു ടൂർണമെൻറ്റൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും എന്നുള്ളത്. പക്ഷേ ഓപ്പോസിറ്റ് ആയിട്ടാണ് കാര്യങ്ങൾ സംഭവിച്ചത്. 4 വിദേശ താരങ്ങളാണ് ലീഗിൽ കളിപ്പിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ സൂപ്പർ കപ്പിലേക്ക് വന്നപ്പോഴത്തേക്കും 6 വിദേശ താരങ്ങളെ കളിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് മനോലയുടെ വാക്കുകൾക്ക് ഒരു വില നൽകാത്ത രീതിയിൽ വേറൊരു ഡയറക്ഷനിലാണ് ഫെഡറേഷൻ തീരുമാനം എടുത്തത്. ഒരു ചൊല്ലുണ്ട്, ഇപ്പോൾ ഇടത്തേക്കാലിലെ എടുത്ത് വലത്തേക്കാലിലേക്ക് ആക്കിയെന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ എനിക്ക് ഈ സൂപ്പർ കപ്പ് ഡ്യൂറൻ കപ്പ് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്, അല്ലെങ്കിൽ ഫെഡറേഷൻ ഡ്യൂറൻ കപ്പ് വിഷയത്തിൽ പറയാനുള്ളത്. ഇങ്ങനത്തെ ഒരു ടൂർണമെൻറ്റ് ഇപ്പോൾ ഡൊമസ്റ്റിക് കപ്പ് ഒക്കെ നടക്കേണ്ടത് ഉറപ്പായിട്ടും ലീഗ് നടക്കുമ്പോൾ പാരലായിട്ട് തന്നെയാണ്. എങ്കിൽ മാത്രമേ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുള്ളൂ. ഇന്ത്യൻ ഫുട്ബോളിന് പ്രയോജനം ഉണ്ടാകാനാണല്ലോ ഈ ലീഗും കപ്പും ഒക്കെ നടത്തുന്നത്. ഇത് എന്തുകൊണ്ട് ക്ലബ്സിന് ഇൻട്രസ്റ്റ് ആകുന്നില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു ഫാക്ടർ അവർ മനസ്സിലാക്കി ആ തരത്തിലേക്ക് കൊണ്ടുവരണം. പറഞ്ഞ പോലെ പാരലായിട്ട് നടത്തി കഴിഞ്ഞാലേ ആ സീസൺ നടക്കുന്ന സമയത്ത് തന്നെ മറ്റ് പ്ലേയേഴ്സ് ഇപ്പം ഗെയിം ടൈം കിട്ടാത്ത പ്ലേയേഴ്സിന് ഓപ്പർച്യൂണിറ്റി കൊടുക്കാം. അപ്പം അവിടെ നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ISLലേക്ക് വരാം. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഒരു ടൂർണമെൻറ്റിനും ഒരു ഇമ്പോർട്ടൻസ് വരും എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്താണത് നടത്താത്തെന്നുള്ള കാര്യം ഇപ്പോഴും അറിയത്തില്ല. പണം തന്നെയാണോ പ്രശ്നം എന്നുള്ളത്. അങ്ങനെയെങ്കിൽ പറഞ്ഞ പോലെ 2 കപ്പ് ടൂർണമെൻറ്റ് നടത്തേണ്ട ആവശ്യമില്ല. അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ 2 ഒന്നിച്ച് നടത്തി. ഇപ്പോൾ ഡ്യൂറൻ കപ്പും ഫെഡറേഷൻ കപ്പും കൂടെ ഒന്നിച്ച് ഇത് ചെയ്തിട്ട് ഒരു കപ്പ് ടൂർണമെൻറ്റ് അത് വൃത്തിക്ക് നടത്തിയാൽ മതി. ഇപ്പം അങ്ങനെ പറയാനുള്ള കാരണം കൂടി ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഡ്യൂറൻ കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നടത്തുന്നത് ആംഡ് ഫോഴ്സ് ആണ്. അപ്പോൾ അവർക്ക് അത്യാവശ്യം പണമുണ്ട്, അല്ലെങ്കിൽ അവർ വിചാരിച്ച നല്ല സ്പോൺസേഴ്സിനെ കിട്ടും. നിങ്ങൾ ഡ്യൂറൻ കപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ഗ്രൗണ്ടുകളുടെ വിഷയം അത് മൺസൂൺ കാലത്താണ് നടത്തുന്നത്. ഒരു സ്ഥലത്ത് വെച്ച് ഇത്രയും മത്സരങ്ങൾ നടത്തുന്നുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അതല്ലാണ്ട് ഈ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്പോൺസേഴ്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ അവർ അത്യാവശ്യം നല്ല രീതിയിൽ നടത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം ഒരു ദീർഘകാലത്തേക്ക് ഈ പറഞ്ഞ പോലെ ഹോം ആൻഡ് എവേ ഫോമാറ്റിലൊക്കെ തന്നെ നടത്തി അത്രയും മത്സരങ്ങൾ കിട്ടുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇപ്പോൾ ലീഗിലെയും ISLലെയും ക്ലബ്ബുകൾ കൂടാതെ പറഞ്ഞ പോലെ ആംഡ് ഫോഴ്സിൻ്റെ നേവിയും അല്ലെങ്കിൽ എയർഫോഴ്സും ഒക്കെ അടക്കമുള്ള ടീമുകളൊക്കെ ആക്കി ഒരു 32 ടീമൊക്കെ ആക്കി നടത്തി സീസൺ അവസാനിക്കുന്ന വരെയുള്ള തരത്തിലേക്കൊക്കെ നടത്താൻ സാധിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ഇന്ത്യൻ പ്ലേയേഴ്സിനൊക്കെ അതൊരു ഗുണകരമായിട്ട് മാറി. പ്രത്യേകിച്ച് നമുക്ക് സ്ട്രൈക്കേഴ്സോ അല്ലെങ്കിൽ മറ്റ് പല പൊസിഷൻസിലോ അവസരം കിട്ടാത്ത പ്ലേയേഴ്സിന് അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറും. ഈ പറഞ്ഞൊരു ഇമ്പോർട്ടൻസ് ഇല്ലാത്തൊരു ടൂർണമെൻ്റ് ആയിട്ട് ഇത് മാറില്ല എന്നുള്ളതാണ്. അതല്ലാണ്ട് ഇപ്പം ആദ്യം നടക്കേണ്ട അവസാനം വെച്ചാലും അവസാനം നടക്കേണ്ട ആദ്യം വെച്ചാലും ഇതൊരു വഴിപാട് പോലെ തന്നെ ആയിരിക്കും നടക്കുക. ഇനിയിപ്പോൾ ഡ്യൂറൻ കപ്പ് അവസാനമാണൊക്കെ വെക്കുന്നതെങ്കിൽ ഡ്യൂറൻ കപ്പിന് മിക്കവാറും ഒരു വിധത്തിലും ഇതിപ്പം AFC സ്പോട്ട് ഉള്ളതിൻ്റെങ്കിലും ഇമ്പോർട്ടൻസ് വരും. അപ്പോൾ ഡ്യൂറൻ കപ്പിന് യാതൊരു വിധത്തിലൊരു ഇമ്പോർട്ടൻസും ഇല്ലാത്ത കാര്യത്തിലേക്ക് പോകും എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻസ്? തീർച്ചയായിട്ടും ഒന്ന് കമ്പോസ് ചെയ്യാൻ പറയുക. സനിയ.